എനിക്കൊരു പ്രിൻ്റ് കിട്ടി നമ്മുടെ സിത്താരയുടെ. അതിൽ ഞാൻ ചെയ്യാനായിട്ട് ഫോണിൽ നമ്മൾ ഗ്രിഡ് ആപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ വരയ്ക്കുന്ന ഞാൻ ഐവറി ഷീറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഐവറി ഷീറ്റ് നമ്മൾ കോളംസും റോയും വരയ്ക്കും 1 സെൻറ്റിമീറ്റർ അളവിൽ. അതേപോലെ തന്നെ നമ്മൾ ആ പിക്ചറിലും വരയ്ക്കുക. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ആ കോളംസിന് നമ്പർ എടുക്കുക, 1 2 3 4 5 എന്നുള്ള ക്രമത്തിലിടുക. താഴോട്ടും അതേ നമ്പർ അതിൻ്റെ ബാക്കായിട്ട്, അതായത് ഇപ്പോൾ ആദ്യമേ 1 ആണെങ്കിൽ അതിൻ്റെ ബാക്കായിട്ട് 2 3 4 അങ്ങനെ ഇടുക. എല്ലാ കോളത്തിലും അങ്ങനെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ എളുപ്പമായിരിക്കും. എനിക്കിപ്പോൾ അത് ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുന്ന അളവ് പിന്നെ പെട്ടെന്ന് നോക്കി ചെയ്യാനായിട്ടാണ്. അപ്പം നമ്മൾ ആ എടുത്ത പിക്ചറിലും അതേ അളവിൽ വരയ്ക്കും. അടുത്ത നമ്മളത് വരയ്ക്കാനായിട്ട് പോകണം. അതേപോലെ തന്നെ നമ്മൾ നോക്കിയ കോളം നോക്കിയിട്ട് ഇപ്പുറത്തെ പേപ്പറെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ക്യാമലിൻ്റെ ഒരു സ്റ്റിക്കാണ്, ചാർക്കോൾ സ്റ്റിക്കാണ്. അതാണ് നമുക്ക് എളുപ്പം. നമ്മൾ കൂടുതലായിട്ടുള്ള നമുക്ക് ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ അതാണ് എളുപ്പം. പിന്നെ ചാർക്കോളിൻ്റെ പെൻസിലും ഉണ്ട്, അത് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ ഭയങ്കര താമസമാണ്. നമ്മുടെ ഈ പെൻസിൽ നമുക്ക് എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് മുടി ഇഴകൾ വരയ്ക്കാനും ചെറിയ ഇതൊക്കെ വരയ്ക്കാനും നമ്മൾ ചാർക്കോൾ പെൻസിൽ ആവശ്യം. അതിനു മുന്നേ നമ്മൾ ഒരു മഷിയില്ലാത്തൊരു പേന എടുത്തിട്ട് നമ്മൾ ആ ഹെയറിൻ്റെ വൈറ്റ് വരുന്നത്, അതായത് വൈറ്റ് ഷെയ്ഡ് വരുന്നത് നമ്മൾ പേന വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കറക്റ്റ് ഒരു റിയലിസ്റ്റിക് പിക്ചർ പോലെ തോന്നും, ഒരു ഹെയറിൻ്റെ ഒരു ഒറിജിനാലിറ്റി തോന്നും. ഞാനിപ്പോൾ കാണിക്കുന്ന അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് വിടുക. ചുമ്മാ വരച്ച് വിടുക, മഷിയില്ലാത്ത വേണം. അതിനുശേഷം നമ്മൾ ചാർക്കോൾ സ്റ്റിക്ക് എടുത്തിട്ട് നന്നായിട്ട് അത് ഇങ്ങനെ വരച്ച് കൊടുക്കുക, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഹെയറിൻ്റെ ഭാഗം നമ്മളിപ്പം ചെയ്യരുത്, അതായത് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു മേക്കപ്പ് ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷെയ്ഡ് ചെയ്യണം. ഈ നമ്മളെ വൈറ്റ് വരുന്ന ഇടയ്ക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് വരാത്ത പോലെ നന്നായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അയ്യോ, നമ്മൾ വീഡിയോ എടുത്ത് തല തിരിഞ്ഞൊക്കെ പോയി കേട്ടോ. പോർട്രേറ്റും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ് പിന്നെ ആ വൈറ്റ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ചാർക്കോളിൻ്റെ പെൻസിൽ വെച്ച് ചെയ്യുക. ഞാൻ കാണിക്കുന്ന പോലെ ഇങ്ങനെ വരച്ച് ഇടുക. ഓരോ മുടിയിഴകൾ വരുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മളൊരു പെൻസിൽ എറേസർ കിട്ടും, നമ്മൾ ആർട്ട് മെറ്റൽ കടയിൽ കിട്ടും.
അവിടെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓൺലൈനും നമുക്കത് കിട്ടും. ഇത് നമ്മൾ ഒരെണ്ണം അടുത്ത് ഇതുണ്ടെങ്കിൽ എളുപ്പമാണ്. അല്ലാതെ മെക്കാനിക്കൽ ഇറേസർ മേടിച്ച് കഴിഞ്ഞാൽ അത് നല്ല വിലയാണ്. ഇതാകുമ്പോൾ 100 രൂപ ഉള്ളൂ. ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, മുടിയിഴകൾ പോലെ ലൈറ്റ് വൈറ്റ് ഷെയ്ഡിങ് വരുന്നിടത്ത് ഇങ്ങനെ വരച്ച് വിടുക. അതിനുശേഷം നമ്മൾ ചാർക്കോൾ പെൻസിൽ എടുത്തിട്ട് ഒന്നുകൂടെ അതിൻ്റെ പുറത്ത് വഴി ഒന്നുകൂടെ ചെറുതായിട്ട് ഇങ്ങനെ മുടിയിഴകൾ വരച്ചു കൊടുക്കുക. അത് പിന്നെയും നമ്മൾ ഒന്നുകൂടെ ബ്രഷ് എടുത്ത് ഒന്നുകൂടെ അത് സ്മഡ്ജ് ചെയ്യണം, നന്നായിട്ട് സ്മഡ്ജ് ചെയ്യണം. എന്നിട്ട് പെൻസിൽ ഇറേസർ എടുത്തിട്ട് നമ്മളത് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിപ്പോൾ ബാക്കിയുള്ള മുടിയുടെ ഡാർക്ക് വരുന്ന ഭാഗം സ്റ്റിക്ക് വെച്ച് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മളത് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു മെക്കാനിക്കൽ പെൻസിലോ അല്ലെങ്കിൽ 2B പെൻസിൽ കിട്ടും, അത് വെച്ച് നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഓവറായിട്ട് പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അതിൽ ഈ ഒറിജിനൽ പിക്ചറിൽ ഇടയ്ക്ക് വൈറ്റ് ഷെയ്ഡ് കാണാം, അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വിടുക. ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ബഡ്സ് അതും ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ടിഷ്യൂ മടക്കിയിട്ട് അത് അങ്ങനെ ആയാലും ചെയ്യാം. ബ്ലെൻഡിങ് സ്റ്റമ്പും ഉണ്ട്. ബ്ലെൻഡിങ് സ്റ്റമ്പ് ഇല്ലാത്തവർക്ക് ടിഷ്യൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബഡ്സ് മേടിക്കാം. അതിനൊന്നും വലിയ വിലയാകുന്നതല്ല. അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്ത ശേഷം ഇപ്പോൾ ആ വൈറ്റ് ഞാൻ ഒഴിവാക്കിയിട്ടാണ് ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്തത്. അടുത്ത് നമ്മൾ പുരികം വരയ്ക്കാൻ പോകണം. അതും നമ്മൾ മഷിയില്ലാത്ത പേന എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് ഷെയ്ഡ് വരുന്നിടത്ത് ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് വിടുക. എന്നിട്ട് നമ്മുടെ മുടി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുക ചാർക്കോൾ പെൻസിൽ വെച്ച്. അപ്പുറത്തെ പുരികം 2 പുരികം അതുപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്യുക. അത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് സ്മഡ്ജ് ചെയ്യണം നന്നായിട്ട്. ഇതേപോലെ നമ്മൾ സ്മഡ്ജ് ചെയ്ത് വിടുക. സ്മഡ്ജ് ചെയ്ത് വിട്ട ശേഷം ഇറേസർ എടുത്തിട്ട് വൈറ്റ് വരുന്ന ഭാഗങ്ങൾ ഫോട്ടോയിൽ നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്ത് വിടുക.
പിന്നെ കൺപീലി വരയ്ക്കുക. ചാർക്കോൾ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്ത് ഇടയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് പടർന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ആ ഇറേസർ വെച്ച് അത് കറക്റ്റ് ലെവൽ ചെയ്തെടുത്താൽ മതി. സ്മഡ്ജ് ചെയ്താലേ നമുക്കത് ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ, അതിനൊരു ലൈഫ് തോന്നുള്ളൂ. നമ്മൾ സ്മഡ്ജ് ചെയ്തതിന് ശേഷം നമ്മളത് പടർന്നു പോയതൊക്കെ നമ്മൾ ഇറേസർ വെച്ച് ഒന്ന് വരച്ച് നന്നായിട്ട് ഒന്ന് ആക്കും. പിന്നെ അതിൽ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന ചെറിയ ചെറിയ വൈറ്റ് ഷെയ്ഡ് വരുന്ന എല്ലാം നമ്മൾ ഇറേസർ വെച്ച് ചെയ്താൽ നല്ല. ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി ചെയ്യുന്നതായിരിക്കും.